السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم العلماء أمناء الرسول على العباد ما لم يخالط السلطان ويدخلوا في الدنيا فإذا خالطوا السلطان ودخلوا في الدنيا فقد خانوا الرسول فاعتزلوهم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിപാവനമായ ഈ ജുമുഅ ദിവസത്തിലെ സംഗമവും ഇബാദത്തുകളെയും അല്ലാഹു സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ നിമിഷം വരെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അപരാധങ്ങളെയും അവന്റെ മഹ്ലു ഫദ്ല് കൊണ്ട് കാരുണ്യവാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശേഷിക്കുന്ന ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും കാരുണ്യവാനായ റഹ്മാനായ റബ്ബിനെ ഇത്താഅത്ത് ചെയ്ത് വഴങ്ങി തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിമിതമായ ദുനിയാവിന്റെ ജീവിതം പരമപ്രധാനമായി മാറുവാൻ പാടില്ല എന്നതാണ് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചു തുടങ്ങിയത്. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അല്ലാഹു നൽകുന്ന ജീവിതം 60, 70, 100 അല്ലെങ്കിൽ പരമാവധി 120. ഒരു പുരുഷായുസ് എന്ന് പറയുന്ന കാലദൈർഘ്യം അത്രയാണ്. പൊതുവായ വിലയിരുത്തലുകളിൽ മനുഷ്യ സമൂഹത്തിന്റെ ആയുസ് അത്ര മാത്രമാണ്. 100 വർഷം ശരാശരി ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ 100,000 കൊല്ലം ജീവിക്കാനുള്ള പരിശ്രമത്തിലാണ് ദുനിയാവിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുക. 100,000 ലോകാവസാനം വരെയും ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുവാനുള്ള വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മനുഷ്യൻ. അവന്റെ അധ്വാനവും ചിന്തയും പരിശ്രമവും എല്ലാം അനന്തമായി ദുനിയാവിൽ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികളെ അന്വേഷിച്ചുകൊണ്ടാണ്. സ്വന്തത്തിനു വേണ്ടിയും പരമ്പരകൾക്ക് വേണ്ടിയും ഏത് കൊള്ളരുതായ്മയുടെ മാർഗം സ്വീകരിച്ചും പടച്ചിറപ്പിന്റെ പൊരുത്തവും പൊരുത്തക്കേടും ഒന്നും പരിഗണിക്കാതെ പണിയെടുക്കുന്ന മനുഷ്യ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും പെടാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകമായ ഓർമ്മപ്പെടുത്തൽ. എന്തെല്ലാം നേടാൻ കഴിഞ്ഞാലും എന്ത് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകപ്പെടുന്ന സുഖാസ്വാദനങ്ങൾ ആസ്വദിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരുപാട് അഡിഷനുള്ള വല്ലാതെ താല്പര്യമുള്ള ഒരു ഭക്ഷ്യവിഭവം മുമ്പിലെത്തിയാൽ അതിൻ്റെ സ്വാദ് നാവിൻ തുമ്പ് മുതൽ തൊള്ള വരെ മാത്രമാണ്. അവിടെ നിന്ന് താഴോട്ട് പോയാൽ പിന്നെ അതിൻ്റെ രുചി അവൻ അറിയുന്നുമില്ല, അവന് ഓർക്കാൻ തന്നെ നന്നായി കഴിയൂല.
ഈ നാവും വായിലും ഒതുങ്ങുന്ന പരിധിക്കുള്ളിലാണ് അതിൻ്റെ രുചിയും ആസ്വാദനവും നിലനിൽക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കും, അതിനുവേണ്ടി കുറെ പണം ചെലവഴിക്കും. മറ്റു പല സുഖങ്ങളുടെയും കാര്യം, വ്യഭിചാര സുഖം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അതിന്റെ പീക്കായി ഒരു ടൈം അത്രമാത്രമാണ്. അതിനു മുമ്പും ശേഷവും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം മണിക്കൂറുകൾ, ദിവസങ്ങളും മാസങ്ങൾ, വലിയ സാമ്പത്തികം ഒക്കെ ചിലവഴിക്കപ്പെടുന്നു. കിട്ടുന്ന സുഖമോ 5-10 മിനിറ്റിൽ ഒതുങ്ങുന്നത്. അധികാരത്തിലൂടെ ലഭിക്കുന്ന സുഖവും പരിമിതമാണ്. സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴും തന്റെ ശത്രുക്കളെ കുറിച്ചുള്ള അങ്കലാപ്പാണ്, അന്താളിപ്പാണ്. അവർ തനിക്കെതിരെ നീങ്ങുമോ എന്ന ആശങ്കയാണ്. അതിനെപ്പോഴും സദാസമയവും പാറാവുകാരും കാവൽക്കാരും ഒക്കെയായിട്ടാണ് ഒരു ഭരണാധികാരിക്ക് നടക്കാൻ കഴിയുക. ദുനിയാവ് വന്ന് കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ സമാധാനം കുറഞ്ഞു പോവുകയാണ്, കൂടുകയല്ല. ഓരോ പ്രായത്തിലും തന്റെ മുമ്പിൽ വലിയ സുഖമായി സന്തോഷമായി തോന്നുന്നതെന്തും കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ അത് ഏറ്റവും നഷ്ടമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും അധ്വാനിച്ചത് എന്ന് അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നാം ഓതി കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തെ ഗാഷിയയുടെ അവസാന ഭാഗം, സൂറത്തുൽ അഅലയുടെ അവസാന ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചു പോയി. ദുനിയാവിനെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, പരിഗണന കൊടുക്കുന്നത്. എന്നാൽ അറിയുക ജനങ്ങളെ, ദുനിയാവല്ല ശാശ്വതം, ആഖിറമാണ്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് നിലനിൽക്കുക, അതാണ് എക്കാലവും ശേഷിക്കുക. ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, എന്നാൽ നിങ്ങൾ പരിഗണന കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് ദുനിയാവിനാണ്. ആഖിറമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് ശേഷിക്കുന്നത്, അതാണ് എപ്പോഴും ഉപകാരപ്പെടുന്നത്. ഇതൊക്കെ ചേർന്ന ദുനിയാവിന്റെ ലോകത്തിനെ അല്ലാഹു വളരെ സുന്ദരമായി ലളിതമായി നമുക്ക് 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നു. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു വസീനാ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, അറിയണേ ദുനിയാവിന്റെ ജീവിതം, ഐഹിക ജീവിതം, അത് കൗമാര കുഞ്ഞുപ്രായത്തിൽ ബാല്യകാലത്തിൽ കളിതമാശകളിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യൗവനത്തിലേക്ക് എത്തുമ്പോ മറ്റൊരു ദിശയിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നു. പിന്നെ വിനോദത്തിന്റെ കാലമാണ്. ലഅബ് കഴിഞ്ഞാൽ പിന്നെ ലഹുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യൗവനത്തിന്റെ കാലത്തിലെത്തുമ്പോ വതഫാഖുറും ബൈനകും, പൊങ്ങച്ചം പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചാ. തനിക്ക് ഇത്ര വലിയ വീടുണ്ട്, തന്റെ നിലവാരം ഇന്നതാണ്, തന്റെ വാഹനം ഇന്നതാണ്, നിങ്ങൾക്കില്ലാത്തത്ര സമ്പാദ്യവും സൗഭാഗ്യങ്ങളും എനിക്കുണ്ടെന്ന് മറ്റുള്ള മുമ്പിൽ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം നടിച്ച് നടക്കാനുള്ള കാലമാണ് യൗവനത്തിന്റെ കാലം. യൗവനം എന്ന് പറഞ്ഞാൽ 20 മുതൽ 40 അല്ലെങ്കിൽ 50 വയസ്സ് വരെയുള്ള കാലത്തിനാണ് യൗവനമായി സമൂഹം കൂട്ടുക. ഇക്കാലം മനുഷ്യൻ ഏറ്റവും അധികം ചിന്തിക്കുന്നത് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ പ്രതാപവാനായി മാറാൻ കഴിയുമോ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നനായി സൗഭാഗ്യം സിദ്ധിച്ച മനുഷ്യനായി മാറാൻ കഴിയുമോ. അള്ളാഹു പറയുന്നു, ഇത് പരിമിതമായ ഒരു കാലത്തേക്ക് മാത്രമുള്ളതാണ്. പരിമിതമായ കാലത്തേക്ക് നിങ്ങൾ പൊങ്ങച്ചം പറയുന്ന കാലമാണ് ദുനിയാവ്. 3 സ്റ്റേജുകൾ കഴിഞ്ഞു. 5 ഭാഗമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൽ 3ാമത്തെ സ്റ്റേജ് പൊങ്ങച്ചത്തിന്റെ കാലമാണെങ്കിൽ അത് കഴിഞ്ഞാൽ 50 മുതൽ 60 വരെ അല്ലെങ്കിൽ 70 വരെയുള്ള ഒരു കാലം. തന്റെ സന്താനങ്ങളെ ചൂണ്ടിക്കൊണ്ട് തനിക്കിത്ര മക്കളുണ്ട്, ആ മക്കൾ എത്തപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ലോകം ഇതാണ്, ആ മക്കൾ നേടിയതിന്നതാണ്, ആ മക്കൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പ് പറയുന്ന, കോളർ കുലുക്കുന്ന കാലം. കുറെ പണമുള്ള പണക്കൊഴുപ്പ് എടുത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന കാലം, തന്റെ പണക്കൊഴുപ്പ് പ്രകടിപ്പിക്കുന്ന കാലം. നന്മയ്ക്ക് വേണ്ടി അതിൽ നിന്നും തുലോം തുച്ഛം മാത്രം വിതരണം ചെയ്യുമ്പോ സമൂഹത്തിന്റെ മുമ്പിൽ ആർഭാടം കാണിക്കുവാന്, ജനങ്ങൾക്ക് മുമ്പിൽ പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാന് ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന കേരളക്കരയിലെ മുസ്ലിങ്ങൾ, ഈ രൂപത്തിൽ ചിന്തിക്കുന്ന മുസ്ലിമീങ്ങൾ കൂടുതൽ പാർക്കുന്ന പ്രദേശത്തിന്റെ പരിസരങ്ങളിലാണ് നമ്മളുള്ളത്. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നറിയില്ല. കേരളക്കരയിൽ ഏറ്റവും അധികം പൊങ്ങച്ചത്തിന്റെ പേരിൽ
പണം ചെലവഴിച്ചുകൊണ്ട് വീട് നിർമ്മിക്കുന്ന മുസ്ലിമീങ്ങൾ എവിടെയാണുള്ളതെന്നറിയുമോ? കേരളത്തിൽ ഏറ്റവും അധികം കോടികൾ മുടക്കി വീട് നിർമ്മിക്കുന്ന മുസ്ലിമീങ്ങളുള്ള നാടുകൾ കേരളത്തിലെ തെക്കൻ കേരളത്തിൽ ഒന്ന് കൊല്ലം ജില്ലയിലാണ്, മറ്റൊന്ന് തൃശ്ശൂർ മലപ്പുറം ജില്ലയിലാണ്. നമ്മുടെ കൊല്ലം ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെ മധ്യഭാഗത്തുള്ള ചില പ്രദേശങ്ങളിലൂടെ നിങ്ങളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ ഇത് വീടാണോ കൊട്ടാരമാണോ അതോ നാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രങ്ങളാണോ എന്നറിയാതെ ചിന്തിച്ചു പോകുന്ന ആലോചിച്ചു പോകുന്ന കെട്ടിടങ്ങൾ മുസ്ലിം സമുദായം താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചു കൊണ്ട് കഴിയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ മറഞ്ഞു പോയല്ലോ, രണ്ടാളുകൾക്ക് താമസിക്കാൻ 20 പേർക്ക് പാർക്കാനും മതിയാവുന്നതിന് അത്രയും വലിപ്പമുള്ള വലിയ വലിയ കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ നിർമ്മിക്കുവാൻ ലോൺ എടുത്തുകൊണ്ട് കടം വാങ്ങി മുടിഞ്ഞുകൊണ്ട് അവസാനം കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും സർക്കാരിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന, ബാങ്കുകൾക്ക് മുമ്പിലേക്ക് കൊണ്ടുപോയി പണയപ്പെടുത്തുന്ന ദാരിദ്ര്യത്തിന്റെ പടുകുണിയിലേക്ക് മുസ്ലിം സമുദായം എത്തപ്പെടുമ്പോ അവന്റെ അയൽപക്കത്ത് എത്രയോ സാധുക്കളുണ്ട്. സ്വസ്ഥമായി മഴയേൽക്കാതെ, സ്വസ്ഥമായി വെയിൽ കൊള്ളാതെ, ഒന്ന് കിടന്നുറങ്ങാൻ ഒരു ചെറിയ ചെറ്റ വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുള്ളപ്പോ ഇവരെ ഒന്ന് ഓർക്കാൻ പോലും കഴിയാതെ കോടികൾ പൊടി പൊടിച്ചുകൊണ്ട് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കാൻ മത്സരിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലാണ് കൂടുതലുള്ളതെങ്കിൽ ഇത് ഖിയാമത്തിന്റെ അലാമത്ത് കൂടിയാണെന്ന് പരിശുദ്ധ റസൂൽ. وتفاخر بينكم وتكاثر في الأموال والأولاد. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു പോയി, ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണോ അതോ അതിനും അപ്പുറമുള്ളതാണോ? പരിധി വിട്ടുകൊണ്ട് പടച്ചവനെ മറന്നുകൊണ്ട് കെട്ടിടങ്ങൾ വെക്കുന്ന മനുഷ്യരറിയണം, വീടുകൾ ഉണ്ടാക്കുന്ന മനുഷ്യരറിയണേ. പലപ്പോഴും നമ്മളിൽ പലർക്കും അനുഭവം ഉണ്ടാകും. ഞാനും ഓർത്തു പോവുകയാണ്, ഒരു ജമാഅത്തിൽ ഇമാമായി കഴിയുമ്പോ രാത്രി 12:30-1 മണി സമയത്ത് പള്ളിയുടെ മുമ്പിൽ വന്നുകൊണ്ട് സെക്യൂരിറ്റി പറയാണ്, ഉസ്താദേ ഒരാൾ വന്നൊരു സഹായം തേടിക്കൊണ്ട് വിളിക്കാ. എന്താ ആവശ്യം? ചെന്ന് നോക്കുമ്പോ എന്താണ് ആവശ്യമെന്ന് ചെന്ന് നോക്കുമ്പോ ഒരാൾ പറഞ്ഞൊന്ന് സഹായിക്കണം, വലിയ വിഷമത്തിലാണ്, പ്രായം ചെന്ന എന്റെ മകള് എന്തൊക്കെയോ പറയാ, എന്തൊക്കെയോ പ്രകടിപ്പിക്കുകയാണെന്ന് സഹായിക്കണം. ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന, നന്നായിട്ട് നല്ല ഉഷാറുള്ള കുട്ടിയാണ്. എന്നാൽ ഇപ്പൊ കുറച്ചു നേരമായി എന്തൊക്കെയോ മാനസിക രോഗികളെ പോലെ സംസാരിക്കുകയാ. ഞങ്ങളിവിടെ അടുത്തൊരു ചടങ്ങിന് വന്നതാ, ഒരു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നതാ. എന്താ സംഭവിച്ചതെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, വല്ലാതെ ഓർത്തു പോവുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിന് നൽകിയ മുന്നറിയിപ്പും മറന്നാൽ ഈ ഉമ്മത്ത് എത്തപ്പെടുന്നത് എവിടെയെന്ന് ലോകത്ത് നമുക്കിടയിൽ ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നു. രാത്രി വളരെ വൈകിയാണ്, ആ വീട്ടിലേക്ക് ചെന്നു. ജനങ്ങൾ കൂടി, കുടുംബക്കാര്, വലിയ ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു. കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചുണ്ട്, എല്ലാവരും കണ്ണീരിലാണ്, വിഷമത്തിലാണ്. നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ മകളുടെ പെരുമാറ്റവും ഗോഷ്ഠിയും കണ്ടിട്ട് മാതാപിതാക്കളും കുടുംബക്കാരും മൂക്കത്ത് വിരൽ വെക്കുന്നു, കണ്ണുനീർ നിറച്ചു പോവുകയാണ്. എന്താണെന്നറിയില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ, നമ്മളെയും കൂടെയുള്ള ആളുകളെ കണ്ടപ്പോ തന്നെ പോത്തമർന്നത് പോലെ ഒരു അലർച്ചയാ എന്നൊക്കെ പറഞ്ഞൊരു അലർച്ചയാ. സ്വഭാവം മാറുന്നു, കോലമൊക്കെ മാറുന്നു, വികൃതമായി മുടിയൊക്കെ പിടിച്ച് വലിച്ചഴിച്ചിട്ട് ഇല്ലേ പ്രേതങ്ങളുടെയും യക്ഷികളുടെയൊക്കെ രൂപങ്ങൾ കാണിക്കുന്നത് പോലെ ഒരു പ്രത്യേകമായ സ്വഭാവത്തിലേക്ക് പ്രകടിപ്പിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ അവർക്കൊന്നും അറിയില്ല. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയെ, ഒരു പ്രശ്നമില്ലായിരുന്നു. കുട്ടികളെല്ലാവരും കിടന്നതിന്റെ വീട്ടിലാണ്, ആ വീട്ടിലായിരുന്നു കിടന്നത്. വീടിന്റെ ചടങ്ങുകൾ തിരക്കിൽ അങ്ങനെയാണല്ലോ. കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ഏതെങ്കിലും ഒരു വീട് ഗസ്റ്റുകൾക്ക് താമസിക്കാൻ, കുടുംബക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി തന്നെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു വീട്ടിലാ കിടന്നത്. ആ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ രാത്രി വിളിയും ബഹളവും കേട്ടു. പിന്നെ കാണുന്ന രംഗം ഇതാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അത്? അതിനെക്കുറിച്ച് അല്പനേരത്തെ വിലയിരുത്തൽ. പരിശുദ്ധ റസൂൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് ആദ്യപടി ഫസ്റ്റ് ഡോസ് എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ റുഖിയ ശർഇയ്യയുടെ ഭാഗങ്ങൾ അല്പം ഒന്ന് ഓതിക്കൊടുക്കുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് ശമിക്കും. പിന്നീട് അന്വേഷിക്കുമ്പോഴാ മനസ്സിലാവുക, മാസങ്ങളായി അടഞ്ഞു കിടക്കുന്ന വീട്, മാസങ്ങളായി അടഞ്ഞു കിടക്കുന്ന കൊട്ടാര സദൃശ്യമായ വീട്, ഈ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാളുടെ വീട്, ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന വീട്. ആ വീട് ഈ ചടങ്ങിന് വേണ്ടി വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടി ഒന്ന് തുറന്ന് വൃത്തിയാക്കി അതിൽ ആദ്യമായിട്ട് മാസങ്ങൾക്ക് ശേഷം, മാസമോ ഒരുപക്ഷെ കൊല്ലങ്ങൾ എടുത്തിരിക്കാം, അതിനുശേഷം ആദ്യമായി പിന്നെ കിടക്കാൻ പോയിക്കുന്ന കുട്ടികളാ. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വലിയ വീടാണ്, കൊട്ടാര സദൃശ്യമായ വീട്, സെക്യൂരിറ്റിയും വലിയ നായയും ഒക്കെ ആയിട്ട് നടന്ന വീടാണ്. ആ വീടിന്റെ ഏറ്റവും ഭദ്രമായ റൂമിലാണ് ഇവർ കിടക്കുക. പെൺകുട്ടികൾ കിടന്ന് അവിടെ നിന്ന് നിലയും വിളിച്ചുകൊണ്ട് ഓടി വന്നത്. എന്തായിരിക്കും കാര്യം?
പരിശുദ്ധ ഖുർആൻ ഇതിനൊക്കെ നമുക്ക് മറുപടി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ഭൂലോകത്ത് മാനവകുലം മനുഷ്യരാശിയുടെ പ്രയാണം തുടങ്ങുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നു. നമ്മുടെയൊക്കെ പ്രയാണം തുടങ്ങുന്ന അബുൽ ബഷർ ആദം നബി ഈ ഭൂലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് അല്ലാഹു റബ്ബുൽ ആലമീനുമായി മലക്കുകൾ സംവദിക്കുന്ന ഒരു സംവാദമുണ്ടല്ലോ, ഒരു സംസാരമുണ്ടല്ലോ. എന്തിനാണ് റബ്ബേ ഇവരെ നീ പടയ്ക്കുക? എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്? ഈ രക്തപ്പുഴ ഒഴുക്കുന്ന, ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, ഭൂമിയിൽ മുഴുവനും കുഴപ്പവും കലാപം ഉണ്ടാക്കുന്ന ഈ സൃഷ്ടികൾ എന്തിനാ പടച്ചോനെ പടയ്ക്കുക? ഞങ്ങൾ ഉണ്ടല്ലോ നിനക്ക് സുജൂദ് ചെയ്യാനാണെങ്കിൽ, നിനക്ക് ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ പടയ്ക്കുക എന്ന് പടച്ചറബിനോട് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുമായി നടത്തുന്ന ആ സംഭാഷണത്തിന്റെ പര്യവസാനം ഖുർആൻ പറയുന്നുണ്ട്. അതിനുശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ഭൂമിയിലേക്ക് യാത്രയാക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇബ്ലീസിനെ ഭൂമിയിലേക്ക് വിടുന്നു, ആ ഇബ്ലീസിന്റെ സന്താന പരമ്പരകൾ ഭൂമിയിലേക്ക് വരുന്നു. ആ സമയത്ത് മലക്കുകൾ ഇവരെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം, സൃഷ്ടിക്കപ്പെടാത്ത മനുഷ്യനെ കുറിച്ച് ഒന്നും അറിയാത്ത മലക്കുകൾ പിന്നെ ആരെ ചൂണ്ടിക്കൊണ്ടാ ഇവർ രക്തപ്പുഴ ഒഴുക്കും, ഇവർ കുഴപ്പക്കാരാണ് എന്നെങ്ങനെയാ പറഞ്ഞത്? പറയപ്പെട്ടതിന്റെ വിവരണം തഫ്സീറുകളിൽ കാണാം. മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, ആ സൃഷ്ടി എങ്ങനെ ഇരിക്കും പടച്ചോനെ? പറഞ്ഞു, ദേ ഇതുപോലെ ഇരിക്കും. അന്ന് ഭൂമിയിൽ വസിക്കുന്ന അള്ളാഹു ഭൂലോകം മുഴുവനും താമസ സൗകര്യമായി വിട്ടുകൊടുത്ത ജിന്ന് വിഭാഗത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവരെ പോലെയാണ് ഈ പടയ്ക്കപ്പെടാൻ പോകുന്ന സൃഷ്ടികൾ. പിന്നെ അവരുടെ ശരീരഘടന എങ്ങനെയായിരിക്കും, സ്വഭാവ രീതിയൊക്കെ എങ്ങനെയാ, എന്നാൽ ശരീരം ഇങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാ മലക്കൾ ചോദിക്കുക, ഇവര് മഹാകുഴപ്പക്കാരാണല്ലോ, എന്നും കലാപവും കുഴപ്പങ്ങളും രക്തപ്പുഴ ഒഴുക്കലും അക്രമവും അരാജകത്വം സൃഷ്ടിക്കുന്ന ആളുകളാണല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു സൃഷ്ടി കൂടെ? ഒന്നിവിടെ ആകെ കുഴപ്പമായിട്ട് കിടക്കുക, ഇവിടെ ആകെ തലവേദനയാ, എന്തിനാ ഇനി ഒന്നും കൂടി എന്നാ ചോദിക്കുക. അങ്ങനെ അവർ 2000 കൊല്ലക്കാലത്തോളം ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ്, അങ്ങനെ അവരിങ്ങനെ ഭൂലോകത്ത് കഴിയുമ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരിക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോൾ ആദമിനും മക്കൾക്കും കിടക്കാനും സ്ഥലം വേണമല്ലോ, താമസിക്കാൻ ഇടം വേണമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളുടെ സാരാംശം ഈ ആയാത്തുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറയുന്ന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, ആദം നബിയോടും മക്കളോടും താമസിക്കുവാനുള്ള ഇടങ്ങൾ അള്ളാഹു കൊടുത്തതായി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇന്ന ഭാഗങ്ങൾ താമസിച്ചോ. അപ്പൊ ഭൂമി മുഴുവനും വ്യാപിച്ച് താമസിച്ചിരുന്ന ജിന്നുകൾ, പിശാചുക്കൾ, അവർ ചോദിച്ചു, റബ്ബേ ഈ മനുഷ്യരിവിടെ വരുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ താമസിച്ച് ഞങ്ങളുടെ വീടും പറമ്പും ഞങ്ങളുടെ കിടക്കാടവുമില്ല ആദമിനും മക്കൾക്കും കൊടുത്താൽ ഞങ്ങൾ പിന്നെ ഇവിടെ പോയി താമസിക്കും, ഞങ്ങൾക്ക് പോയി താമസിക്കാൻ ഒരിടം വേണ്ടേ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഇദ്ഹബൂ ഇലാ ബിഹാർ, സമുദ്രത്തിന്റെ വിജനതയിലേക്ക്, ശാന്തതയിലേക്ക് നിങ്ങൾ പോയിക്കോ, പർവ്വതങ്ങളുടെ സാനുക്കളിലേക്ക് നിങ്ങൾ പോയിക്കോ, വിജനമായ വനാന്തരങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കോ, സമുദ്രാന്തർഭാഗത്തേക്ക് നീങ്ങിപ്പോയിക്കോ, വലിയ വലിയ കുന്നിന്റെ മലമുകളിലേക്ക് പോയിക്കോ, അതുപോലെ മരത്തിന്റെ പൊത്തുകളിലേക്ക് പോയിക്കോ, വലിയ വലിയ ദ്വാരങ്ങളിലേക്ക് നിങ്ങൾ അവിടെ പോയി താമസിച്ചോ. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളും പറയുന്നത് പ്രകാരം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിൽ കാണാം, ആ സമയത്തിൽ അല്ലാഹു ജിന്നുകളോട്, പിശാചുക്കളോട് പറഞ്ഞു, ആൾ താമസമില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ, ആ ഭവനങ്ങളിലേക്ക് നിങ്ങൾ പോയി താമസിച്ചോ. ആ കെട്ടിടങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. മനുഷ്യനാണ് പണി കഴിപ്പിച്ചതെങ്കിലും അവിടെ താമസിക്കാൻ അവർക്ക് ആവശ്യമില്ല എങ്കിൽ ആ കെട്ടിടങ്ങൾ നിങ്ങൾ പോയി താമസിച്ചോ. ലല്ലൈഫൂ ബുയൂതകും മിൻ നസ്ജിൽ അൻകബൂത്. മഹാനായ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഒരു വീടിന്റെ ഉള്ളിൽ പൈശാചിക സാന്നിധ്യമുണ്ടോ, ഒരു വീടിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ജിന്നുകളുടെ സാന്നിധ്യമുണ്ടോ, മനുഷ്യ നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ശക്തികൾ അവിടെ ഉണ്ടോ, നിനക്ക് മനസ്സിലാക്കാൻ ചില അടയാളങ്ങളുണ്ട്. ചെലന്തി വല പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോ, ചെലന്തി വല ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കോ. എന്നാൽ അവിടെ പിശാചിന്റെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ജിന്നുകളുടെ വാസം തുടങ്ങിയിരിക്കുന്നു. എവിടെയാ ചെലന്തി വല പിടിക്കുക? മനുഷ്യൻ നിത്യം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ചെലന്തി വല പിടിക്കൂല. ചെലന്തി വല പിടിക്കുന്ന മനുഷ്യന്റെ അനക്കമില്ലാതെ വരുമ്പോഴാണ്. 2, 3, 4 നില കെട്ടിടം അങ്ങോട്ട് ഉണ്ടാക്കിയിടും. എന്നിട്ട് അതിന്റെ മൂലയിൽ, താഴത്തെ നിലയിലെ മൂലയിൽ ഒരു റൂമിന്റെ ഉള്ളിൽ 2 പാപ്പമാരും മാത്രം, ഒരു പാപ്പായും ഉമ്മാമായി മാത്രം കിടക്കും. സഹായത്തിന് ആരെങ്കിലും വരും, എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് പോകും. ഇതുപോലെ 50 പേരെ കിടത്താൻ പറ്റുന്ന വീടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയവരെവിടെയാണ്? അവർ അമേരിക്കയിലോ ദുബായിലോ ആയിരിക്കും. ഈ ബാക്കിയുള്ളത് ഇങ്ങനെ അടഞ്ഞു കിടക്കും. വല്ലോരാണ്ടിലുമായിരിക്കും അവിടെ ആരെങ്കിലും പോവുക. എന്നിട്ട് ചിലപ്പോഴൊക്കെ ഉസ്താദിന്റെ പറയും, ഉസ്താദ് ഒരു നൂലോദനം, വെള്ളോദനം, തലയ്ക്ക് പിടിച്ചോദനം, അങ്ങനെ ഓദനം, ഇങ്ങനെ ഓദനം. എന്താ കാര്യം? രാത്രി മേലെ നിന്ന് തട്ടുമുട്ടുമൊക്കെ കേൾക്കാം.
ആരൊക്കെ വന്നിന്ന് പുറത്തുനിന്ന് വിളിക്കുക, എന്നെ പേര് പറഞ്ഞു വിളിച്ചു, അല്ലാതെ വിളിച്ചു, പാമ്പിനെ കണ്ടു, തേളിനെ കണ്ടു എന്നൊക്കെ പറയും. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല എന്ന് പറയും. അത് പരിശോധിക്കാൻ ശരിയാണോ എന്നറിയാൻ ആരെങ്കിലും ഒരാൾ കൂടെ അവിടെ പോയി കിടന്നാൽ അവരും മിക്കവാറും കേൾക്കുമതുപോലെ ഇതാരായി ചാടിക്കിടന്ന് ഓടുക എന്ന് പറഞ്ഞ് ഇച്ചിരി ധൈര്യമുള്ള ഒരാള് രണ്ടാമത്തെ നിലയിൽ ടോർച്ചൊക്കെ കൊണ്ട് 4 വക അടിച്ചു നോക്കുമ്പോഴും ഒരു മനുഷ്യനും കാണത്തില്ല. എന്നാൽ ഈ ഓടിയത് നന്നായിട്ട് കേട്ടിട്ടുണ്ട്, ഈ ശബ്ദം തട്ടുമുട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാന്ന് നന്നായി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ, മനുഷ്യൻ താമസിക്കാതെ ഉപയോഗിക്കാതെ മാസങ്ങളായി ആഴ്ചകളായി അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്കുള്ളിൽ പോയി താമസിക്കുന്ന മനുഷ്യർ അവർ കുറച്ച് ബുദ്ധിമുട്ടും, പെട്ടെന്ന് സുഖകരമാവില്ല. അങ്ങനെയുള്ള വീടുകളിൽ ചെലന്തി വല പിടിക്കും. മറ്റൊരു അടയാളം കൂടി ഉലമാക്കൾ പറഞ്ഞു, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങൾ, ഉപദ്രവകാരികളായ എന്തെങ്കിലും ശക്തികൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ ഒരു അടയാളം കൂടിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത, മുല കുടിക്കുന്ന പ്രായത്തിൽ കണ്ട കാഴ്ചകളെ കൃത്യമായി അടുത്തൊരാളിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അറിവില്ലാത്ത, അതിനുള്ള ശേഷിയില്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞുമക്കളെ കൊണ്ടുപോയി കിടത്തിയാൽ ഇത്തരം വീടുകളിൽ അവർ ഉറങ്ങൂല. അവരിങ്ങനെ മിനിറ്റ് ഇടവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും, ആകെ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആളടുത്ത് പോയി ഒന്ന് തട്ടിക്കൊടുത്താൽ, ഒന്നൊരു ഫാത്തിഹ ഓതി കൊടുത്താൽ അവിടെ ശബ്ദം ശമിക്കും, കരച്ചിൽ നിൽക്കും. അപ്പോഴാ പലരും ഓതാൻ വേണ്ടി കൊണ്ടോടുക. ഈ ഓതിയിട്ട് പിന്നെയും വീട്ടിൽ ചെല്ലും, പിന്നെയും പഴയപടി തന്നെ. എന്താ കാര്യം? വീടിന്റെ അവസ്ഥ ഖറാബാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ നിന്നും പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ നിന്നും മദീനയുടെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നടന്നു പോകുന്ന വഴിയിൽ പ്രാന്തപ്രദേശത്തെ ഒറ്റപ്പെട്ട വീടുകൾക്കിടയിലൂടെ പോകുമ്പോൾ ഒരല്പം മെച്ചപ്പെട്ട, കുറച്ചുകൂടെ മോടി പിടിപ്പിക്കപ്പെട്ട ഒരു കെട്ടിടം കണ്ടു. ചോദിച്ചു, ലിമൻ ഹാദാ, ആരുടേതാണ് ഈ കെട്ടിടം, ആരുടേതാണ് ഈ ഭവനം? ആദ്യം ആരും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഇന്നയാളുടേതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പോടെ മുഖം ചുളിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് മോശമാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കൽ ഈ വിഷയം ഉൾപ്പെടെ സൂചിപ്പിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, മൻ ബന ബൈതൻ ഫൗക മാ യക്ഫി, ഒരാൾ ഒരു കെട്ടിടം പണിയാൻ, ഒരു വീട് പണിയാണ്, അവന്റെ ആവശ്യത്തിനും അപ്പുറം, അവന് മതിയായതിനും അപ്പുറം, ഫൗക മാ യക്ഫി, മതിയായതിനും അപ്പുറം. ഒരാളിന് ആവശ്യമുള്ളതാകാം. 10 അംഗങ്ങളുള്ള ഒരു കുടുംബം, 3 പെമ്മക്കളുണ്ട്, അവർ വിവാഹിതരാവേണ്ടവരാണ്, അവർക്ക് ആവശ്യമായതാവാം. ആവശ്യത്തിനപ്പുറം ഫൗക മാ യക്ഫി, ആവശ്യത്തിനപ്പുറം അത് അനാവശ്യമാണ്, അത് ആർഭാടമാണ്, അതിരുവിട്ട ദൂർത്താണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അരുൾ ചെയ്തു, മൻ ബനാ ബൈതൻ ഫൗക മാ യക്ഫി, ആരെങ്കിലും ഒരാൾ ആവശ്യത്തിൽ അധികമായിട്ട് ഒരാൾ ഒരു കെട്ടിടം നിർമ്മിച്ച്, ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവന്റെ ആഖിറത്തിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവൻ ആഖിറത്തിൽ വരുന്ന ഹിസാബിന് നിൽക്കുന്ന വേളയിൽ, വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മനുഷ്യനെ മുമ്പിലേക്ക് വിളിച്ചിട്ട് പറയും, കുനിഞ്ഞു നിൽക്കടോ, റുകൂഇൽ നിൽക്കുന്നത് പോലെ നിൽക്കടോ. എന്നിട്ട് മലക്കുകളോട് പറയും, മലക്കുകളെ, പടച്ചവനെ മറന്നുകൊണ്ട് ആർഭാടത്തോടെ നിർമ്മിച്ച ആ ഭവനം അതെടുത്തു കൊണ്ടുവരൂ, ചുമന്നു കൊണ്ടുവരൂ, ഇവന്റെ മുതുകത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കൂ. അവന്റെ മുതുകത്തേക്ക് ആ വീടിനെടുത്തങ്ങ് വെച്ചു കൊടുക്കുക. ഞാനൊന്ന് ചോദിക്കുകയാണ്, റുക്കോയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചുമലിലേക്ക്, എന്റെയോ നിങ്ങളുടെയോ ചുമലിലേക്ക് ഒരു 2 സിമന്റ് ബ്ലോക്ക് എടുത്ത് വെച്ച് തന്നാൽ എത്ര നേരം അങ്ങനെ ചുമന്നുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയും? 2 സിമന്റ് ബ്ലോക്ക്, താബൂക്കിന്റെ കട്ട, 2 സിമന്റ് ബ്ലോക്ക് ചുമന്നുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത നമ്മളെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയുന്നു, പരിധി വിട്ടുകൊണ്ട്, ആഡംബരം കാണിച്ചുകൊണ്ട്, പൊങ്ങച്ചം കാണിക്കുവാൻ അള്ളാഹയെ മറന്നുകൊണ്ട് ധൂർത്തടിച്ച് ജീവിച്ച മനുഷ്യ, നീ നിർമ്മിച്ച ഭവനമുണ്ടല്ലോ, നിന്റെ വീടുണ്ടല്ലോ, അതിങ്ങനെ കൊണ്ടുവരും, എന്നിട്ട് റുക്കോയിൽ നിർത്തിയിട്ട് മുതുകത്തേക്ക് എടുത്ത് വെച്ച് തരുമെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, അനുഭവിക്കേണ്ടി വരുന്ന വേദന എത്രയാ! ധൂർത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാനശ്ശയാത്തീൻ, പിശാചിന്റെ കൂട്ടുകാരാണ് അവർ, സുഹൃത്തുക്കളാണ്, പിശാചിന്റെ സഹോദരങ്ങളാണ് ആർഭാടം കാണിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തിന് അല്ലാഹു സൗഭാഗ്യം കൊടുക്കുമ്പോൾ അത് വീട് വെക്കാൻ കുഴിച്ചു മൂടുന്നതിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന മുസ്ലിമീങ്ങൾ പാർക്കുന്ന കേരളത്തിലെ പരിമിതമായ ജില്ലകൾ, ഒരു ജില്ലയിലാണ് നമ്മൾ താമസിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് യാത്ര ചെയ്തു പോയാൽ ഈ പ്രദേശം മുതൽ ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ യാത്ര ചെയ്തു പോയാൽ ഏകദേശം ചേർത്തല എത്തുന്നത് വരെ മുസ്ലിം സമുദായം പാർക്കുന്ന പ്രദേശത്തിലോട്ട് പോയി നോക്കിക്കോ, ഇത് വീടുകളാണോ കൊട്ടാരങ്ങളാണോ എന്ന് ചിന്തിച്ചു പോകും. താമസിക്കാൻ ഉണ്ടാക്കിയ വീടാ.
ഒരു 15 കൊല്ലത്തിന്റെ മുമ്പാണ് ആദ്യമായി ദീനീ പ്രഭാഷണത്തിന് വേണ്ടി ഈ പറഞ്ഞ പ്രദേശത്തിലേക്ക് വരിക. ആ സദസ്സിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ വാഹനത്തിൽ ഇങ്ങനെ ചുറ്റിപ്പോകുമ്പോൾ ഞാൻ കരുതി ഏതോ സ്ഥാപനമാണ്. ചോദിച്ചപ്പോഴാ പറയാം 15 കൊല്ലത്തിന്റെ മുമ്പ്. ആ കെട്ടിടം ഇങ്ങനെ ചുറ്റിപ്പോകാൻ വാച്ച് നോക്കുമ്പോൾ ഏകദേശം 4 മിനിറ്റ് സമയമെടുത്തു. 4 മിനിറ്റ് സമയമെടുത്തു. ആ കെട്ടിടത്തിന്റെ മതിലിന്റെ പുറത്തൂടെ കാറ് ചുറ്റിപ്പോകാൻ 4 മിനിറ്റ് സമയമെടുത്തു. ഈ കൊല്ലം ജില്ലയിലാണ്. ഈ കൊല്ലം ജില്ലയിൽ നിന്ന് ഉറച്ചു വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്താണ്. ഒരാളുടെ വീടാണ്, ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ സഹോദരന്റെ വീടാണ്. ഗുജറാത്തിൽ അങ്ങനെ ഏതോ കമ്പനിയാണ്. അപ്പൊ ഇത് കണ്ട് കൗതുകപ്പെട്ടപ്പോ പറയാ ഇതിവിടെ ഉള്ളതിൽ ഏറ്റവും ചെറുതാണ്. ഇനി മുമ്പോട്ട് പോയാൽ കാണാം ഇതുപോലത്തെ 4 അകത്ത് വെച്ചാൽ പറ്റുന്ന എത്രയുണ്ട് എന്ന്. അങ്ങനെ പിന്നീട് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് ശരിയാ, ഇത് വീടാണോ കൊട്ടാരാണോ എന്ന് അന്തിച്ചു പോകും. മത്സരിച്ച് വെക്കുക. ഈ പറഞ്ഞ കെട്ടിടങ്ങളുടെ അവസ്ഥയാ പറഞ്ഞ ഇന്ന് പട്ടിക്കും വേണ്ട പൂച്ചയ്ക്കും വേണ്ട ആ കോലത്തിലായി. മനുഷ്യന് എന്ത് ചെയ്യണമെന്നറിയാത്ത അത് തന്നെ തീരാ തലവേദനയായി മാറി, അത് തന്നെ ശാപമായി മാറി. വാഹനങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യവും. മാന്യമായി യാത്ര ചെയ്യാൻ ഒരു വാഹനം വേണം, അതിനപ്പുറം പൊങ്ങച്ച കാണിക്കാൻ വാഹനം വേണോ? അതെടുത്തവർ പെട്രോൾ കിട്ടൂല എന്ന് വന്നപ്പോഴാണ് അന്തിച്ചു തുടങ്ങുക. ഇനിയിപ്പോ എന്താ ചെയ്യാ ഇതുകൊണ്ട്? ഈ സാധനം കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ്. ഇത് കൊടുക്കാൻ നിന്നാൽ വല്ല വിലയും കിട്ടോ? ലോകം മാറുകയാണ്, ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറുകയാണ്. പെട്രോൾ ആയുധമാക്കപ്പെട്ടപ്പോ ലോകം പുതിയ സയൻസിന്റെ പുതിയ ഗവേഷണങ്ങൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിഭവങ്ങളുടെ പേരിലാണ് യുദ്ധം. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ കാരണങ്ങൾ എടുത്ത് ഉയർത്തിക്കാട്ടുമ്പോഴും വിഭവങ്ങളുടെ പേരിലാണ് യുദ്ധങ്ങൾ. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി അറേബ്യൻ ഉപദ്വീപ് മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ യുദ്ധക്കളമായി മാറുമ്പോൾ അതിന് ശാപത്തിന് വഴി തുറന്നത് അറേബ്യൻ ഉപദ്വീപിലെ എണ്ണ സമ്പത്തായിരുന്നു, എണ്ണയായിരുന്നു. ആ എണ്ണയ്ക്ക് വേണ്ടി ലോകം കടിപിടി കൂടുന്നു. ആ എണ്ണയുടെ ആധിപത്യം ഇനി എത്ര കാലം കൂടി നിൽക്കും? വേൾഡ് എനർജി ഫൗണ്ടേഷന്റെ ഒക്കെ സ്റ്റഡി 2040 ആവുമ്പോൾ എണ്ണയുടെ ലഭ്യത തന്നെ തീരും. പിന്നെ ലോകം എങ്ങനെ സഞ്ചരിക്കും എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ നിന്നുമാണ് ലിഥിയം എന്ന പുതിയ കെമിക്കൽ, പുതിയ മൂലകത്തിനെ കുറിച്ച് കണ്ടെത്തുക. അതെവിടെയാണുള്ളത്? അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫ്ഗാൻ മലമടക്കുകളിലാണ്. ഒരുപക്ഷെ അടുത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ അടുത്ത ലോകശക്തി ഇന്ന് GCC രാജ്യങ്ങള് പറുദീസ പോലെയായി മാറിയതുപോലെ വരും വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് നിരക്ഷരകുക്ഷിതരായ ആളുകൾ കഴിയുന്നു, വിദ്യാഭ്യാസമില്ല, കാട്ടുവാസികളാണ് എന്നെല്ലാം പലരും പറയുന്ന അഫ്ഗാനികൾ ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിലേക്ക് വരും, അത്ര വലിയ സമ്പന്നരായി വരുമാറും. ലോകം അടുത്ത വർഷങ്ങളിൽ ഏറ്റവും അധികം മത്സരിക്കാൻ പോകുന്ന, കടിപിടി കൂടാൻ പോകുന്ന, ലോകത്തിന്റെ ഏറ്റവും ആവശ്യ ഘടകമായി മാറുന്ന ലിഥിയം അഫ്ഗാന്റെ മലമടക്കുകളിലാണ് പടച്ചോൻ ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തോറബോറ മലനിരകളുടെ പേര് പറഞ്ഞുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്ററിനെ കൂലിപ്പട്ടാളത്തിനെ ഉപയോഗിച്ച്, തങ്ങളുടെ തന്നെ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് കൂലിപ്പട്ടാളത്തിനെ ഇറക്കി തകർക്കുകയും അതിന്റെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം വേഷം കൊടുത്ത തങ്ങളുടെ തന്നെ മൊസാദിന്റെ ഏജന്റുമാരെ ഓരോ മുസ്ലിം പേരുള്ള സംഘടനകളുടെ പേരും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് പറയും, കുറെ പേരുകളും പറയും. എല്ലാം പറഞ്ഞിട്ട് അഫ്ഗാനിലേക്ക് നരനായാട്ട് നടത്താനുള്ള വഴി തുറന്നു കൊടുത്തതും ലിഥിയത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും വേറെന്തൊക്കെയാണ്, സമ്പത്തിന് വേണ്ടി, വിഭവത്തിന് വേണ്ടി. ഇറാഖിനെ ആക്രമിച്ചു എന്തിനു വേണ്ടി? ശുദ്ധമായ വെള്ളം, യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ. അള്ളാന്റെ റസൂല് ഭൂലോകം കണ്ട വെള്ളം, ജലാശയങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ ഭൂമി കണ്ട വെള്ളത്തിൽ ഏറ്റവും നല്ല വെള്ളം, ഗുണനിലവാരമുള്ള വെള്ളങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന് മധ്യേഷ്യയിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ ദിജിലയുടെ നദികളെ കുറിച്ച്, നൈലിന്റെ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ലോകം ഏറ്റവും അധികം യുദ്ധം ചെയ്യാൻ പോകുന്ന വെള്ളത്തിന് വേണ്ടിയാ, കുടിവെള്ളത്തിന് വേണ്ടിയാ, ശുദ്ധവെള്ളത്തിന് വേണ്ടിയാ. അതിനാ ഇറാഖിനെ ആക്രമിച്ചത്. എണ്ണയ്ക്ക് വേണ്ടിയും വെള്ളത്തിന് വേണ്ടി. എണ്ണയ്ക്കും വെള്ളത്തിനും 30 കൊല്ലത്തിന്റെ മുമ്പ് കുപ്പിവെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന കാര്യം നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമായിരുന്നു? ആദ്യം ഗൾഫിൽ നിന്ന് വന്നവരാണ് കുപ്പിവെള്ളം കൊണ്ടുവന്നത്. ആ കുപ്പി തറ വീണ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചു, ചില്ലുകുപ്പിയാണെന്ന് ധരിച്ചു. പിന്നെ മനസ്സിലായത് ചില്ലുകുപ്പിയല്ല, അത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതിനകത്ത് വെള്ളമാണ്. വെള്ളം വില കൊടുത്ത് വാങ്ങിച്ചു കുടിക്കുക. അതെ, വെള്ളം വില കൊടുത്ത് വാങ്ങി കുടിക്കുന്നു. അന്ന് നമ്മൾ കൗതുകപ്പെട്ടു. ഇന്ന് നമ്മൾ എവിടെ വരെ എത്തിയെന്നറിയോ? ഏറ്റവും ചെറിയൊരു നേർച്ചയ്ക്ക്, ഒരു വീട്ടിലെ ഒരു ചെറിയ ചടങ്ങ്,
ഒരു ചെറിയ ചടങ്ങ് 10 20 പേര് പങ്കെടുക്കുന്ന ചടങ്ങ്. വീട്ടിൽ കിണറുണ്ട്, ശുദ്ധമായ വെള്ളം സുലഭമായിട്ടുണ്ട്, അത് കോരി ഒഴിച്ച് പഴയ കാലത്ത് കൊടുത്തതുപോലെ ഗ്ലാസ്സിലൊഴിച്ച് കൊടുക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. എന്നാലും കുപ്പിവെള്ളം വാങ്ങി കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റസിന് നിരക്കൂല എന്നൊരു തോന്നൽ. കുപ്പിവെള്ളം വാങ്ങി കൊടുക്കുക. പള്ളികളായ പള്ളികൾ മുഴുവനും കുപ്പിവെള്ളം. ഞാൻ ഇവിടെ വന്നപ്പോൾ പള്ളി മുഴുവനും കുപ്പിവെള്ളം, ശുദ്ധമായ വെള്ളം സുലഭമായിട്ടുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി പ്രദേശത്ത് ഫിൽറ്റർ വെള്ളം അത്യാവശ്യമാണ്. കാരണം വെള്ളം വെള്ളത്തിന് ലഭ്യത കുറവുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ എല്ലാ സ്ഥലത്തും കുപ്പിവെള്ളമുണ്ട്. ഈ കുപ്പിവെള്ളം കുടിക്കുന്നതിനേക്കാളും വലിയ അക്രമം, അതിനേക്കാളും പിന്നെ ചെയ്യുന്നത് ഈ കുപ്പി എല്ലാം കൂടെ കൊണ്ടുവന്നൊരു ഭാഗത്തിടുകയാണ്. ഈ പെട്രോളിയം പ്രോഡക്റ്റ് മുഴുവനും അടുത്ത ഇതേപോലെ ശുദ്ധവെള്ളം തരേണ്ട ജലാശയങ്ങളിലേക്ക് എത്തപ്പെടുന്ന രൂപത്തിൽ വലിച്ചെറിയുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണവും അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെ ഏൽപ്പിച്ചു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിസ്ഥിതിയുടെ സംരക്ഷണവും ദീനിന്റെ ഭാഗമാണ്, ദീനി ജീവിതത്തിന്റെ ഭാഗമാണ്. ദീനി ജീവിതത്തിന്റെ ഭാഗമാണ്. പരിസ്ഥിതി, ജീവജാലങ്ങൾ, തങ്ങളോടൊപ്പം കഴിയുന്ന ജീവജാലങ്ങൾ, സസ്യലതാദികൾ. നമ്മുടെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തീർന്നില്ല, ഇനിയും വരാൻ പോകുന്ന തലമുറകളുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് പടച്ചവൻ സൃഷ്ടിച്ചത്. ദുനിയാവിന്റെ നശ്വരമായ ജീവിതത്തിൽ മക്കളുടെ വലിപ്പം പറഞ്ഞ്, അവര് നേടിയ സൗഭാഗ്യങ്ങൾ പറഞ്ഞ്, അവരുടെ നിലവാരം പറഞ്ഞ്, പണം പറഞ്ഞ്, പണക്കൊഴുപ്പ് പറഞ്ഞ്, നേടിയെടുത്ത വീടിന്റെ, വാഹനത്തിന്റെ, ജോലിയുടെ, സൗകര്യങ്ങളുടെ, സുഖങ്ങളുടെ, ആഡംബരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം കടിക്കുന്ന കാലമാണ് ദുനിയാവിന്റെ ജീവിതത്തിന്റെ 4ാമത്തെ ഘട്ടം. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാ മത്സരവും. മനുഷ്യൻ മറ്റൊരാളെ ചതിക്കുന്നത്, തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുന്നത്, എല്ലുമുറിയ പണിയെടുപ്പിച്ചിട്ട് പറഞ്ഞ വാക്ക് മാറി കൂലി കൊടുക്കാതെ പിടിച്ചു വെക്കുന്നതും അത്യാഗ്രഹത്തിന്റെ പേരിലാണ്. എല്ലാം ഇതിന്റെ പേരിലാണ്. എത്ര കിട്ടിയാലും മതി വരാതെ മോഹമായിട്ട് മനുഷ്യനെ മുന്നോട്ട് പോകും. അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യ സമൂഹത്തിനെ പരീക്ഷണമായിട്ട് മാത്രം അവന് മുമ്പിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് അല്ലാഹു പറയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് പറഞ്ഞിട്ട് ഇതിന്റെ പര്യവസാനം ഈ 5 സ്റ്റേജുകൾ കഴിയുമ്പോൾ, കുട്ടിക്കാലത്ത് കളിയായിരുന്നു, പിന്നെ കൗമാരത്തിലെത്തുമ്പോൾ വിനോദമായി, പിന്നെ പൊങ്ങച്ചമൊക്കെ ആയി, പിന്നെ മക്കളുടെ പേരിൽ പൊങ്ങച്ചം പറയൽ, പിന്നെ സമ്പാദ്യത്തിന്റെ പേരിൽ പൊങ്ങച്ചം പറയൽ, ഇതൊക്കെ ആയിട്ട് ഇത് ദുനിയാവിൽ ശാശ്വതമായി എന്നും കിട്ടും എന്നൊരു ധാരണയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനെ അള്ളാഹു ഉദാഹരിക്കുന്നത് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. ഒരു മഴയും കുറേ നാളത്തെ തരിശായി കിടന്നൊരു ഭൂമി പെട്ടെന്ന് പുതുമഴ പെയ്യുന്നു, അതിലൂടെ വെള്ളം ഭൂമിയിലേക്ക് എത്തുന്നു, പിന്നെ അതിൽ നിന്ന് മുളപൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അഅജബൽ കുഫാറ നബാതുഹു, കർഷകൻ ആ മുളപൊട്ടി വരുന്ന സസ്യങ്ങളെ നോക്കിയിട്ട് സന്തോഷത്തോടെ മനം കുളിർക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ. ഇതുപോലെയാണ് ഇങ്ങനെ താൽക്കാലികമായി ഒന്നുമില്ലാതെ പിച്ചതണ്ട് നടന്നൊരു ആള് പിന്നീട് ഇങ്ങനെ വളർന്ന് കയറി വരുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരാനന്ദം. ഈ ആനന്ദത്തിന് നിലനിൽപ്പുണ്ടോ? ഇതിങ്ങനെ വളർന്ന് കുറച്ചങ്ങ് മുമ്പോട്ട് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സുമ്മ യഹീജു ഫതറാഹു മുസ്വറ. കുറേ നാൾ അങ്ങനെ നോക്കി നിന്നാൽ, ഈ വളർച്ച ഇങ്ങനെ നോക്കി നിന്നാൽ 1 നൂറ്റാണ്ട് പൂർത്തിയായത് കാണാൻ പറ്റൂല. 1 നൂറ്റാണ്ട് ഈ വളർച്ച പൂർത്തിയായി കാണൂല. 1 നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനെ ഉയർന്ന് ആ നൂറ്റാണ്ട് തീരും മുമ്പേ അത് അതേപോലെ പതിച്ചു പോകുന്നതും കാണാം. ഫതഹീജു സുമ്മ തഹീജു, പിന്നെ സുമ്മ യഹീജു ഫതറാഹു മുസ്വറ. പിന്നെ അത് വൈക്കോൽ നെല്ല് ഉതിർന്നെടുത്തതിന് ശേഷം പിന്നെ കൂട്ടിയിടപ്പെട്ടിരിക്കുന്ന വൈക്കോൽ എങ്ങനെയാണ് കൊടുക്കുക, അതുപോലെ ചവച്ചു ചുപ്പിയ തണ്ടി പോലെ അവിടെ സൈഡിലുണ്ടാവും അല്ലേ? ഇന്നലകളിൽ ഏറ്റവും രമ്യഹർമ്മങ്ങളായി കൊണ്ടു നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടാണ് പുതിയ മോഡൽ അനുസരിച്ചുള്ള വീട് വയ്ക്കുക അല്ലേ? ഇന്നലകളിൽ ഏറ്റവും വലിയ ലക്ഷറി വാഹനമായിരിക്കും ഒരുപക്ഷെ മാരുതി 800 എന്ന് പറഞ്ഞാൽ. ഇന്ന് മാരുതി 800 പുച്ചോടല്ലേ. മാരുതി 800 ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ ഒരുമാതിരി കളിയാക്കല്ലേ എന്ന് പറയും അല്ലേ? ഒരു 50 കൊല്ലത്തിനും മാരുതി 800 കൊടുത്താൽ ഏറ്റവും വലിയ സമ്മാനോ? ഖത്തറിന്റെ അമീർ അമേരിക്ക ട്രംപിന് ഫ്ലൈറ്റ് സമ്മാനം കൊടുത്തതുപോലെയാണ് പഴയ മാരുതി 800 കൊടുത്താൽ. അതിനു മുമ്പ് ഒരു സൈക്കിൾ കൊടുത്താൽ വലിയ സമ്മാനമോ? പക്ഷെ ഇപ്പൊ ഒരു സൈക്കിൾ കൊടുത്താൽ ഇതിനേക്കാളും വലിയ നിന്ദ്യതയില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇന്നലെ വലുതായിരുന്നു, ഇന്നത് വെറും വൈക്കോൽ കൂന പോലെ, ചണ്ടി പോലെ, ഒന്നിനും കൊള്ളാത്ത, ഒരു വില കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അടിപിടി കൂടുക? ഇതിനു വേണ്ടിയിട്ടല്ലേ എല്ലാ മൂല്യങ്ങളും മറന്നു പോവുക? ഇതിനു വേണ്ടിയിട്ടല്ലേ പടച്ചവനെ മറന്നു പോകുക? സ്വന്തം സമുദായത്തിനെ, സഹോദരങ്ങളെ ഒറ്റക്കൊടുക്കുക. അറബ് ഭരണാധികാരികൾ മുസ്ലിം ലോകത്തിനെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ കൊണ്ടെത്തിച്ചതും ഇതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു.
ദുനിയാവും അവരുടെ അധികാരവും അവരുടെ സുഖങ്ങളും അവരുടെ സന്തോഷങ്ങളും നിലനിർത്തുവാൻ സ്വന്തം സമുദായത്തിനെയായാലും ദീനിനെയായാലും ദീനിന്റെ കാര്യങ്ങളായാലും അത് പള്ളികളും മദ്രസകളും ദീനിന്റെ പ്രവർത്തനങ്ങളായാലും അതൊക്കെയും കുരുതി കൊടുക്കപ്പെട്ടാലും ശരി തങ്ങളുടെ കസേരകൾ ഭദ്രമായിരിക്കണം, തങ്ങളുടെ അധികാരങ്ങൾ ഭദ്രമായിരിക്കണം, തങ്ങൾ നേടിയെടുത്തതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഏറ്റവും വലിയ ഇസ്ലാം വിരോധികളും ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളായ ഇസ്രായേലിനോട് അമേരിക്കയോട് മൊസാദിന്റെ ഏജന്റുമാരുമായിട്ട് കച്ചവട കരാറുകൾ ഉണ്ടാക്കിയിട്ട് ആ കച്ചവട കരാറുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ കച്ചവട കരാറുകൾക്ക് വേണ്ടി ന്യായീകരണം ചുമത്തിക്കൊണ്ട് ഉമ്മത്തിനെയും ദീനിനെയും സമുദായത്തിനെയും ഒറ്റുകൊടുക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളുകളിൽ ദുനിയാവ് നിറഞ്ഞുപോയി. അവിടെ മാത്രമല്ല, അതേ അറബ് സയനിസ്റ്റുകൾ അറബ് ലോകത്താണെങ്കിൽ അതിനേക്കാളും വലിയ സയനിസ്റ്റുകൾ, മുസ്ലിം വേഷം കെട്ടിയ സയനിസ്റ്റുകൾ ലോകം മുഴുവനുമുണ്ട്, എല്ലാ നാടുകളിലുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അധികാരികൾ എവിടെയാണോ ഉള്ളത് അവരോടൊപ്പമായിരിക്കും അവരുണ്ടാവുക. അധികാരികൾക്ക് വേണ്ടിയിട്ട് ഏത് കൊള്ളരുതായ്മകളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ അധികാരങ്ങൾ പിടിച്ചു നിർത്തിക്കൊടുത്ത് അവർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ അതുകൊണ്ട് സന്തോഷിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളായി സമൂഹം പോകുമ്പോൾ ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. അവന്റെ അന്ത്യം വളരെ നിന്ദ്യമായിരിക്കും, വളരെ മോശമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചതിയൻ, ആ ചതിയന്റെ ചതി അവസാനം അവനിലേക്ക് തന്നെ തിരിച്ചു വരും. ചതിക്കുന്നവന്റെ ചതി അവനിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരാതെ ഒരു ചതിയനും ലോകത്തോട് യാത്ര പറയില്ല. ചരിത്രം പറഞ്ഞു നോക്കിക്കോ. ഉമ്മത്തിനെ ചതിച്ച, സമൂഹത്തിനെ ചതിച്ച, സമുദായത്തിനെ ചതിച്ച, ഒറ്റുകൊടുത്ത ഒറ്റുകാർ അവരെല്ലാവരുടെയും പര്യവസാനം നിന്ദ്യമായ പര്യവസാനമായിരുന്നു. നിന്ദ്യമായ പര്യവസാനം, വളരെ മോശമായ ദയനീയമായ പര്യവസാനമാണ് അല്ലാഹു കൊടുത്തതെങ്കിൽ ആ ദയനീയ പര്യവസാനങ്ങൾ നമ്മൾ കാണുകയാ. വെള്ളക്കുപ്പായങ്ങൾക്കുള്ളിലെ കറുത്ത മനസ്സുകൾ പുറത്ത് കാണിക്കപ്പെടുന്ന, എല്ലാ തിന്മകളെയും പുറത്ത് കാണിക്കപ്പെടുന്ന കാഴ്ചകളാണെന്ന് ലോകത്ത് കാണുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെക്കാളും നമ്മുടെ മനസ്സുകളിൽ ഒരു വസ്തുവിനും ഇടം കൊടുക്കപ്പെടാത്ത മനസ്സുകൾ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. അടിയുറച്ച ഈമാനിന്റെ അഹ്ലുകാൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെയുടെ ദീനിന്റെ വാഹകൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.